അത്ഭുതവും കറാമത്തും നിറഞ്ഞതായിരുന്നു ഷെയ്ഖ് റിഫായിയുടെ ബാല്യകാലം. തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു, തസ്ബീഹ് ചൊല്ലി, റമളാനിൽ അമ്മിഞ്ഞപ്പാൽ ഒഴിവാക്കി. സമപ്രായക്കാർ കളിച്ചു തിമിർത്തു നടക്കുമ്പോൾ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു. മഹാന്മാരും ആലിമീങ്ങളും എവിടെയുണ്ടെങ്കിലും അവരുടെ ക്ലാസുകളിൽ എല്ലാം പങ്കെടുക്കും. ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരും. ആ കുട്ടിക്ക് വിലായത്തിന്റെ പ്രഭയുണ്ടെന്ന് വലിയ മഹാന്മാരുടെ പ്രഖ്യാപനം വന്നു. ഒരു സംഭവം, സ്നേഹിതന്മാരുടെ കൂടെയുള്ളപ്പോൾ ഷെയ്ഖ് റിഫായി ധാരാളം ഔലിയാക്കളായ മശായിഖന്മാർ അടുത്തു വന്നു. യാദൃച്ഛികമായി ഷെയ്ഖ് റിഫായിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് മഹാനവറുകളിൽ നിന്നും കണ്ണെടുക്കാതെ ഒരേ നിൽപ്പ് നിന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, പുണ്യവൃക്ഷം പ്രത്യക്ഷമായിരിക്കുന്നു. മറ്റൊരാൾ, ആ നിഴൽ നമുക്ക് അനുഭവപ്പെടാൻ അധികം വൈകില്ല, അത് ലോകം മുഴുവൻ വ്യാപിക്കും. ധാരാളം കറാമത്ത് അവരിൽ നിന്ന് പ്രത്യക്ഷപ്പെടും. ജനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തും. അവരുടെ കവാടങ്ങൾ ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. അവരെല്ലാം ആ ത്വരീഖത്തിൽ പ്രവേശിക്കും എന്നും പറഞ്ഞു. അവരുടെ സംഭാഷണവും ആശീർവാദങ്ങളും പറഞ്ഞു നീണ്ടുപോയിക്കൊണ്ടിരുന്നു. പിന്നീട് അവർ തിരിച്ചുപോയി. തറിയാഖുൽ മുഹിബ്ബീൻ ഖിലാദത്ത് 33.